ശിങ്കാരി താറാവും കുട്ടികളും. പണ്ട് ഏഴിമല എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. 7 മലയും 7 പുഴയും കടന്നാലാണ് ഏഴിമല ഗ്രാമത്തിലെത്തുക. ഗ്രാമത്തിൽ ഒരമ്പലമുണ്ട്. ആ അമ്പലത്തിലെ ദൈവത്തിനെ മലമുത്തപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. 7 മലയും 7 പുഴയും താണ്ടി അമ്പലത്തിലെത്താൻ വളരെ ബുദ്ധിമുട്ടായതിനാൽ ആ ക്ഷേത്രത്തേക്ക് അധികം ആരും എത്താറില്ല. പോയാലോ കഷ്ടപ്പാടും ദുരിതവും തീരുമെന്ന് ഉറപ്പുമാണ്. ആദ്യത്തെ പുഴയുടെ തീരത്ത് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും താമസിച്ചിരുന്നു. വയസ്സായെങ്കിലും മുത്തശ്ശന് ആരോഗ്യക്കുറവൊന്നുമില്ലായിരുന്നു. എങ്കിലും പണിക്കൊന്നും പോകാതെ മുത്തശ്ശൻ വീട്ടിൽ തന്നെ മടി പിടിച്ചിരിക്കും. മുത്തശ്ശി വല്ലപ്പോഴും കയറ് പിരിക്കാൻ പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ കഴിഞ്ഞിരുന്നത്. മുത്തശ്ശി ഒരു താറാവിനെ വളർത്തിയിരുന്നു. ശിങ്കാരി എന്നാണ് അവളുടെ പേര്. അവൾക്ക് 5 മക്കളും ഉണ്ടായിരുന്നു. മുത്തശ്ശി അവർക്ക് വല്ലപ്പോഴും കുറച്ച് അരിയോ ഗോതമ്പോ ഇട്ടുകൊടുക്കും. എന്നിട്ട് പറയും, മക്കളെ, ഇതേ ഉള്ളൂ നിങ്ങൾക്ക് തരാൻ. അതുകൊണ്ട് നിങ്ങളുടെ വിശപ്പ് മാറില്ല എന്നറിയാം. പക്ഷേ ഈ വീട്ടിലുള്ളതല്ലേ എനിക്ക് തരാൻ പറ്റൂ. ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതങ്ങളും നിങ്ങൾ കാണുന്നതല്ലേ. മുത്തശ്ശൻ്റെ മടി കാരണം ഞാൻ കഷ്ടത്തിലായി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മുത്തശ്ശി കരയുന്നത് കാണുമ്പോൾ ശിങ്കാരിക്ക് സങ്കടം വരും. മുത്തശ്ശിയെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റണമെന്ന് ശിങ്കാരി താറാവ് മനസ്സിലുറപ്പിച്ചു. ഒരു ദിവസം താറാവ് മക്കളെയും കൂട്ടി പുഴയോരത്ത് പോയി. കുട്ടികൾ പുഴയിൽ ചങ്ങാടമുണ്ടാക്കി കളിക്കുന്നത് ശിങ്കാരിയുടെ മക്കൾ കൗതുകത്തോടെ നോക്കി നിന്നു. ശിങ്കാരിയുടെ മനസ്സിലാവട്ടെ മുത്തശ്ശിയെ എങ്ങനെ രക്ഷിക്കാം എന്ന ചിന്തയായിരുന്നു. അപ്പോൾ അവർക്ക് മലമുത്തപ്പനെ പറ്റി ഓർമ്മ വന്നു. എത്ര ബുദ്ധിമുട്ടിയാലും മുത്തശ്ശിക്ക് വേണ്ടി അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ശിങ്കാരി താറാവ് മനസ്സിലുറപ്പിച്ചു. പുഴയിൽ നിന്ന് കുട്ടികളെ കളി മതിയാക്കി ചങ്ങാടം ഉപേക്ഷിച്ചു പോയി. ഇത് പറ്റിയ അവസരമാണെന്ന് ശിങ്കാരിക്ക് തോന്നി. തിരിച്ചു വന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുമെന്ന് അവർ തീരുമാനിച്ചു. ഒട്ടും സമയം കളയാതെ ശിങ്കാരി കുഞ്ഞുങ്ങളെയും കൂട്ടി ചങ്ങാടത്തിൽ കയറി. ചങ്ങാടം നീങ്ങി തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി. അവർ ചങ്ങാടത്തിൽ ഓടിക്കളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ പുഴയുടെ അക്കരെയുള്ള മലയിലെത്തി. കുന്നുകളും വലിയ പാറക്കെട്ടുകളും കയറി വീണ്ടും അടുത്ത പുഴയുടെ തീരത്തെത്തി. അങ്ങനെ അവിടെയും ഒരു ചങ്ങാടം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും യാത്ര. അങ്ങനെ ഓരോരോ പുഴകൾ കടന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ 7ാമത്തെ പുഴയുടെ തീരത്തെത്തി. ശിങ്കാരിയും മക്കളും പുഴയിൽ നിന്ന് ധാരാളം വെള്ളം കുടിച്ചു. വിശപ്പും യാത്രാക്ഷീണവും കുട്ടികളെ ആകെ തളർത്തിയിരുന്നു. ഏറെ സമയം പുഴയുടെ തീരത്ത് വിശ്രമിച്ചതിന് ശേഷം അടുത്ത ചങ്ങാടത്തിൽ കയറി അവർ യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞ് ചങ്ങാടം എന്തിനോ ഇടിച്ചു നിന്നു. ശിങ്കാരിയും മക്കളും പുഴയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചങ്ങാടം തടഞ്ഞു നിർത്തി. അതാ ഒരു മത്സ്യകന്യക മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ മലമുത്തപ്പൻ്റെ അടുത്തേക്ക് വന്നതാണോ? മത്സ്യകന്യക ചോദിച്ചു. അതെ എന്ന് ശിങ്കാരി പറഞ്ഞു. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മാണിക്യക്കല്ല് തരാം. ഇതുമായി നിങ്ങൾ പോവുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നും കൂടാതെ സുഖമായി പ്രാർത്ഥിച്ചു വരാം. പക്ഷെ ഒരു കാര്യം, മടങ്ങി വരുമ്പോൾ മാണിക്യക്കല്ല് എനിക്ക് തിരിച്ചു തരണം. അത് സംബന്ധിച്ച് ശിങ്കാരി മാണിക്യക്കല്ല് വാങ്ങി. പിന്നെ യാത്ര തുടർന്നു. മണിക്കൂറുകൾക്ക് ശേഷം അവർ മലമുകളിൽ താണ്ടി ഗ്രാമത്തിലെ അമ്പലത്തിലെത്തി. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി അവർ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ മലയിറങ്ങി. മലകൾ കയറിയും ഇറങ്ങിയും ശിങ്കാരിയുടെയും മക്കളുടെയും കാലിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. എങ്കിലും മുത്തശ്ശിക്ക് വേണ്ടി ആ വേദന അവർ സഹിച്ചു. പുഴക്കരയിലെത്തി വേഗം ചങ്ങാടത്തിൽ കയറി. പുഴയുടെ നടുഭാഗത്തെത്തിയപ്പോൾ ശിങ്കാരി മത്സ്യകന്യകയെ നോക്കി. അവിടെ ഒന്നും കാണാനില്ല. അവൻ മത്സ്യകന്യകയെ ഉറക്കെ വിളിച്ചു. ഉടനെ മത്സ്യകന്യക ജലത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് വന്നു. ശിങ്കാരി മാണിക്യക്കല്ല് മത്സ്യകന്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ഏഴിമല ഗ്രാമത്തിലെത്തി പ്രാർത്ഥിച്ചു മടങ്ങിയാണ്. കുറേ ദിവസമായി മുത്തശ്ശി ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ മത്സ്യകന്യക പറഞ്ഞു, മലമുത്തപ്പനെ തൊഴാൻ അധികം ആരും ഇവിടെ എത്താറില്ല. വരുന്നവർക്ക് ഇതുപോലെ ഓരോ മാണിക്യക്കല്ല് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ വിലപിടിപ്പുള്ള മാണിക്യക്കല്ല് കയ്യിൽ കിട്ടുമ്പോൾ ആരും കഷ്ടപ്പെട്ട് മല കയറാൻ മെനക്കെടാറില്ല. മാണിക്യം എനിക്ക് തരാതെ അവർ കുറുക്കുവഴിയിലൂടെ വീട്ടിലേക്ക് പോവുകയാണ് പതിവ്. നീ മാത്രമാണ് സത്യസന്ധതയോടെ പെരുമാറിയത്. വളരെ കഷ്ടപ്പെട്ട് മലമുത്തപ്പൻ്റെ മുന്നിലെത്തി പ്രാർത്ഥിച്ചത്. അതിനാൽ ഈ മാണിക്യക്കല്ല് നിനക്ക് ഞാൻ സമ്മാനമായി നൽകുന്നു. ലക്ഷങ്ങൾ വിലയുള്ളതാണ് ഈ മാണിക്യക്കല്ല്. നിനക്കും കുട്ടികൾക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും സുഖമായി ജീവിക്കാൻ ഇത് മതി. ശിങ്കാരി താറാവ് മാണിക്യക്കല്ല് വാങ്ങി മത്സ്യകന്യകയെ വഴങ്ങി യാത്ര തുടർന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ തിരിച്ചെത്തി. ശിങ്കാരിയെയും മക്കളെയും കണ്ടപ്പോൾ മുത്തശ്ശി ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, മക്കളെ, ഞാൻ നിങ്ങൾക്ക് വയറ് നിറയെ ആഹാരം തരാത്തത് കൊണ്ടാണോ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയത്? അത് കേട്ട് ശിങ്കാരി എല്ലാ വിവരങ്ങളും മുത്തശ്ശിയോട് പറഞ്ഞു. പിന്നെ മാണിക്യക്കല്ല് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു.
അവ ശിങ്കാരിയുടെയും മക്കളുടെയും പൊട്ടി നീര് വന്ന കാലുകളെ മരുന്ന് പുരട്ടി തലോടി കൊടുത്തു. മാണിക്യക്കല്ല് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് അവ പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു.